ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് മുന്നേ പോയൊരു വീഡിയോ ആണ്. ഞങ്ങൾ ഫെബ്രുവരി 1st വീക്കിൽ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോഴാണ് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി കിട്ടിയത്. ഞാൻ കുറേ മുന്നേ 2 പ്രാവശ്യം ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജിൽ വീണ്ടും പോയത്. ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുമെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും, പിന്നെ ഗ്ലോബൽ വില്ലേജ് നിങ്ങൾക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം, ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് ആളുകൾ വരുന്നത്, ഇവിടെ ഒത്തിരി ഫുഡ് കിട്ടും കേട്ടോ. വെറൈറ്റി ഫുഡുകൾ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ലൈറ്റ്സും ആ ഒരു സെറ്റിങ്സും ഒത്തിരി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പേസ് ആണ് കേട്ടോ ഇത്. ഞങ്ങൾ സാറ്റർഡേ ആണ് കേട്ടോ പോയത്. സാറ്റർഡേ ഈവനിങ്ങിലാണ്, ഒരു 5 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സീസണും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു. ഇത് ഞാൻ കുറച്ച് റീൽസിലൊക്കെ കണ്ടിട്ട് ഇവിടെ വാങ്ങിക്കാൻ വന്നതാണ്. പക്ഷേ എനിക്ക് ഈ ബൗൾസുകളൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നി. പക്ഷേ എനിക്കത്ര ക്വാളിറ്റിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് പോലെയല്ല, വളരെ ചെറുതാണ് കേട്ടോ. കുറച്ച് വലുതിന് 20-25 ദിർഹംസ് ആ ഒരു റേഞ്ചിനാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഇതുപോലത്തെ മാലകളും കൈച്ചെയിനും പിന്നെ കീ ചെയിനും അങ്ങനെ ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാനങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 15 ദിർഹംസ്, 5 ദിർഹംസ് ഒക്കെ കുറവായിരുന്നു കേട്ടോ. 20-25 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ ടർക്കി പവലിയനിൽ പോയിട്ടുള്ളതായിരുന്നു കേട്ടോ. അവിടെയാണ് ഇതുപോലുള്ള കുഞ്ഞു ബൗൾസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആഫ്രിക്കൻ പവലിയനിൽ പോകുമ്പോൾ അവിടെ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ലോഷൻസൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ പുരട്ടി തരും കേട്ടോ. ഷിയ ബട്ടറും അവക്കാഡോയുടെ ഒരു ലോഷനും ഒക്കെ ഉണ്ടായിരുന്നു, സ്ക്രബ്ബേഴ്സ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ ചുമ്മാ നടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ പിടിച്ച് വലിക്കുകയല്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തു തരും. നമുക്ക് വേണം, അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വേണ്ടി മാത്രം അവരിങ്ങനെ ചെയ്തു തരുന്നതാണ് കേട്ടോ.
പിന്നെ അവിടെ ഒത്തിരി ഇതുപോലത്തെ ഡെക്കോർ ഐറ്റംസും പിന്നെ കീ ചെയിൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഇവിടുത്തെ കുറച്ച് ഫുഡുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്തായിരുന്നേ. ഗ്ലോബൽ വില്ലേജിൽ വന്നാലുള്ള പ്രയോജനം എന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫുഡ് നമുക്ക് വെറൈറ്റി, ഓരോ കൺട്രിയിലെയും അവിടുത്തെ ഓരോ വെറൈറ്റി ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ, നമുക്ക് കളിക്കാൻ പറ്റിയ ഗെയിംസും അതുപോലെ തന്നെ ഒരുപാട് റൈഡ് കാര്യങ്ങൾ, നമുക്ക് ഒത്തിരി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ് കേട്ടോ. കുട്ടികളൊക്കെ കൊണ്ടുവരാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇവിടെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കാര്യം ഓരോ കൺട്രിയിലെയും അവിടുത്തെ ഫുഡ് ആയിക്കോട്ടെ, ഡ്രസ്സിങ് ആയിക്കോട്ടെ, അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നിച്ചെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എല്ലാ സ്ഥലവും കയറി കണ്ട് ഒറ്റ ദിവസം കൊണ്ട് പറ്റത്തില്ല, ഒരു ഫുൾ ഡേ നിന്നാൽ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഗ്ലോബൽ വില്ലേജിൽ പോയത്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ, ദുബായിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.